ഏതോ സാഹചര്യത്തില് നന്ദനും ഇസബെല്ലയും കാറിൽ ഒരുമിച്ചുണ്ടായിരുന്നിരിക്കാം. അല്ലാതെ മോശകരമായ ഒരു പ്രവൃത്തി ഒരിക്കലും നന്ദന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് ദേവിക സംശയിക്കേ വേണ്ട. ഇത്രയും പേര് ഒരുപോലെ പറയല്ലേ മുരളേട്ട? ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ് ദേവിക. അവർക്ക് സത്യം എന്താണെന്ന് അറിയണ്ട. ആഘോഷിക്കാവുന്ന രീതിയിൽ ഒരു കുറ്റവാളിയെ കിട്ടിയാൽ മതി. ദേവിക, നാട്ടുകാർ പറയുന്നത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. നന്ദന്റെ സ്വഭാവശുദ്ധി സംശയിക്കണ്ട. കരയാതിരിക്കെ, ആളുകൾ കാണും. കാർ കയറ്, നമുക്ക് ഗിരീഷന്റെ വീട്ടിൽ പോവാം. അവിടെ ചെല്ലുമ്പോ ഞാൻ എങ്ങനെ അവിടെ ഉള്ളവരോടും? ഗിരീഷന്റെ വീട്ടില് ഈ ഒരു ടെൻഷൻ ഒന്നും കാണിക്കരുത്. അവർക്കൊരു സംശയം ഉണ്ടാവരുത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങേയറ്റം നാണം കെട്ടായിരിക്കും എനിക്ക് ഇവരുടെ മുൻപിൽ നിൽക്കേണ്ടി വരിക. നല്ല പെണ്ണുങ്ങളുടെയും പിറകെ പോകുന്ന ഒരു പുരുഷന്റെ ഭാര്യ എന്നുള്ള അവസ്ഥ, അതിന്റെ ഒരു ഗതികേട് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുരളേട്ട. ഞാൻ പറഞ്ഞില്ലേ ദേവിക, ആൾക്കാർ പറയുന്നൊന്നും ആവില്ല സത്യം. അത് വൈകാതെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ദേവിക വെറും വീട്ടമ്മ മാത്രമല്ല, ഒരു MLA കൂടിയാ. ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട ആള് സ്വന്തം പ്രശ്നങ്ങൾ ആലോചിച്ച് കരഞ്ഞോണ്ടിരുന്ന ജനങ്ങളുടെ കണ്ണീർ എങ്ങനെ തുടയ്ക്കാൻ പറ്റും? മുരളേട്ട, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം. നമുക്ക് ആദ്യം രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ ദേവിക അവിടെ ഇറക്കിയിട്ട് തിരികെ വന്ന് നന്ദനെ കണ്ടുപിടിച്ചോളാം. കൂടുതലൊന്നും ആലോചിക്കേണ്ട, അങ്ങനെ ചെയ്യാം. ദേവിക ആദ്യം വണ്ടി കയറ്, പ്ലീസ് ഒന്ന് കയറ്. ചന്ദ്രമതി മാഡം, വേഗം കണ്ണുടയ്ക്ക. മാഡം എന്താ ഈ വഴിക്ക്? ഞാനൊരിടം വരെ പോയി മടങ്ങി വരുന്ന വഴിയാ. ദേവികയെ കണ്ട് വണ്ടി നിർത്തിയതാ. ഇതെവിടെ പോയതാ? തനുജയുടെ കൂട്ടുകാര് ഇവിടെ ഒരു ഹോട്ടലിലുണ്ട്. അവരെ കണ്ടിട്ട് വരുന്ന വഴിയാ. ദേവിക എന്താ വിഷമിച്ച പോലെ? ഏയ്, ഒന്നുമില്ല എന്റെ. ദേവികെ, നീ എന്റെ മീരയുടെ സ്ഥാനത്താ. നിനക്കൊരു പ്രയാസം വരികയെന്ന് വെച്ചാ അതെനിക്ക് സങ്കടാ. സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അയ്യോ, അതൊക്കെ വെറുതെ മാഡം. നാട്ടുകാർ ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്. നന്ദനും ഇസബെല്ലയും എന്തോ ആവശ്യത്തിന് കാർ നിർത്തിയപ്പോ ആൾക്കാർ ചുമ്മാ ബഹളം വെച്ചത്. ശരി, കാർ ഒതുക്കിയിട്ടത് വെറുതെ ആവാം. പക്ഷെ രണ്ടുപേരും കൂടി ഹോട്ടൽ മുറിയിലേക്ക് പോയതോ അത് വെറുതെയാണോ? എന്താ? ദേവികെ, നിന്നോട് തുറന്നു പറയുന്നത് കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടിയാ. ഞാൻ ഇസബെല്ലയും നന്ദനെയും ഹോട്ടൽ മുറിയിൽ കണ്ടു. തനുജയുടെ കൂട്ടുകാരെ കണ്ടിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാ തൊട്ടടുത്ത മുറിയിൽ നന്ദനെയും ഇസബെല്ലയും കണ്ടത്. ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. ഞാൻ ചോദ്യം ചെയ്തപ്പോ നന്ദൻ എന്നോട് തട്ടിക്കേറി. എനിക്കാകെ സങ്കടമായിപ്പോയി. ഞങ്ങള് ഗിരീഷന്റെ വീട്ടിൽ പോകാൻ നിൽക്കായിരുന്നു മാഡം. ദേവികെ, ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ശരി മുരളി.
കൂട്ടുകാരെന്നുള്ള അവഹേളനത്തിൽ വിഷമിച്ച് അവര് ചിലപ്പോ മുരളേട്ടാ ഒന്നും പറയണ്ട, എന്നെ സമാധാനിപ്പിക്കാനും നോക്കണ്ട. കാര്യങ്ങള് എവിടേക്കാ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി.